കുട്ടികളെ ഒരു ചെറിയ കൺഫ്യൂഷൻസ് വന്നു പോയതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് വന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കോള് വരികയോ മറ്റു കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാവും. പിന്നെ വീണ്ടും പഴയ പോലെ തിരിച്ചു വരണം. മതി, ഇരിക്കുവാണേ, ക്ലാസ് തുടങ്ങാനല്ലേ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മലയാളം യാ അംഗ്രേസി മേ അർത്ഥ ലിഖി, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം എഴുതും. അപ്പം 31ാമത്തെ പേജ്, 31ാമത്തെ പേജാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ വർക്കൗട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മലയാളം യാ അംഗ്രേസി മേ അർത്ഥ ലിഖി, മലയാളത്തിലോ ഇംഗ്ലീഷിലോ അർത്ഥം എഴുതും. മേര, മേര എൻ്റെ, മേര എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ. കിട്ടിയോ? ഓക്കെ, മേര എൻ്റെ, തുമാര നിങ്ങളുടെ, ഹമാര ഞങ്ങളുടെ, നയ ന്യൂ പുതിയത്, തീസ് 30, പുരാന പഴയത്, 20 20, അസ്പതാൽ ഹോസ്പിറ്റൽ, കെ പാസ് നിയർ അടുത്ത്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ വർക്കൗട്ടിൽ ചെയ്ത്. രണ്ടാമത് ധ്യാൻ സേ देखिए പഠിയെ और कंठस्थ कीजिए. കണ്ഠസ്ഥ ബൈ ഹാർട്ടിങ് എന്നാണ് കണ്ഠസ്ഥ എന്ന് പറയുന്നത്, കണ്ഠസ്ഥ എന്ന് പറയുന്നത്. അപ്പം വായിക്കുക, പഠിക്കുക, ബൈ ഹാർട്ട് ചെയ്യും. ഓക്കെ, ധ്യാൻ സേ देखिए പഠിയെ और कंठस्थ कीजिए. മൈം പ്ലസ് കാ മേര, സ്പ്ലിറ്റേഷൻ ആണ്, കാണാതെ പഠിക്കേണ്ടതാണ്, കാണാതെ എന്നെ പഠിക്കേണ്ടതാണ്. മൈം പ്ലസ് കാ മേര, മൈം പ്ലസ് കി മേരി, മൈം പ്ലസ് കെ മേരെ. മൈമും കായും കൂടെ ചേർന്നാൽ എന്തുണ്ടാവും? മേര എന്നുണ്ടാവും. മൈമും കീയും കൂടെ ചേർന്നാൽ മേരി എന്നുണ്ടാവും. മൈമും കെയും കൂടെ ചേർന്നാൽ മേരെ എന്നുണ്ടാവും. തും കാ, തും പ്ലസ് കാ, തും പ്ലസ് കാ എന്തോരും? തുമാര. തും പ്ലസ് കി എന്തോരും? തുമാരി. തും പ്ലസ് കെ തുമാരെ. തൂ പ്ലസ് കാ തേരാ, तू प्लस की तेरी, तू प्लस के तेरे. हम प्लस का हमारा, हम प्लस की हमारी, हम प्लस के हमारे. മോനെ ബുക്കിൽ നോക്കടാ, ബുക്കിൽ എഴുതിയിരിക്കുന്ന കാണാതെ വായി. നീ എവിടെ എത്തിയെന്ന് അറിഞ്ഞുകൂടെ എനിക്ക്? പേജ് നമ്പർ 31, 31 കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിരിക്കുക. അതായത് നമ്മളിപ്പോൾ പഠിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റോമൻ ലെറ്റർ രണ്ടാമത്തേല് 3ാമത്തെ സെക്ഷനാണ്. ഒന്ന് ഫ്രണ്ടിൽ ഇറങ്ങിയവാ, ഫ്രണ്ടിൽ വന്ന കാര്യം നീ ഇന്നലെ വരാത്തോണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് ഈ പറഞ്ഞത്. ഇന്നലത്തെ ആ വീഡിയോ കണ്ടില്ലായിരുന്നോ? എന്ത് അത് കംപ്ലീറ്റ് അത് പഠിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒന്നിന്റെ കണ്ടിന്യൂഷനാണ് അടുത്തത്. അപ്പോൾ ഒന്ന് പഠിക്കാതെ വരുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അത് പഠിച്ചിട്ട് വന്നിരുന്ന ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. 31ാമത്തെ പേജില് 3ാമത്തെ സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത്. 3ാമത്തെ സെക്ഷൻ, 4ാമത്തെ സെക്ഷൻ. हम प्लस का हमारा, हम प्लस की हमारी, हम प्लस के हमारे. आप प्लस का आपका, आप प्लस की आपकी, आप प्लस के आपके. ഇനി പറയൂ മൈമിന്റെ അർത്ഥം. മൈമിന്റെ അർത്ഥം ഞാൻ. മേര എന്ന് പറയുമ്പോ എൻ്റെ. തുമ്മിന്റെ അർത്ഥം നിങ്ങൾ, നിങ്ങൾ, യു. നീയും നിങ്ങളും ഇംഗ്ലീഷിലൊന്നും എന്നെ, പക്ഷെ ഇവിടെ നിങ്ങളെന്നാണ് ഹിന്ദിയിൽ തും, തും. അപ്പൊ നിങ്ങൾ പ്ലസ് കാ, അതായത് തുമാര എന്ന് പറയുമ്പോൾ എന്തോരം അർത്ഥം? നിങ്ങളുടെ. നേരത്തെ പഠിച്ചതല്ലേ? നിങ്ങളുടെ. തൂ പ്ലസ് കാ തേര, തൂയുടെ അർത്ഥം നീ. തേര എന്ന് പറയുമ്പം നിന്റെ. തൂ പ്ലസ് കാ തേര, തേര എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ. നേരത്തെ ഹം പ്ലസ് കാ ഹമാര, അതായത് ഹമ്മ ഞങ്ങൾ, ഹമാര ആകുമ്പം ഞങ്ങളുടെ. തുമാരയുടെ ഓപ്പോസിറ്റ് ഞങ്ങളുടെ. ആപ്പ്, ആപ്പ് എന്താണ്? താങ്കൾ. ആ പ്ലസ് കാ ആപ്ക, താങ്കളുടെ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നെക്സ്റ്റ് 32ാമത്തെ പേജ്. മേരാഖർ, അത് ഏകവചനം. അപ്പൊ മേരേഖർ ബഹുവചനം. മേരാഖർ എൻ്റെ വീട്, മേരേഖർ എൻ്റെ വീടുകൾ. അപ്പൊ എന്തായി മാറി? ബഹുവചനം. അപ്പൊ മേരാഖർ എന്ന് പറയുമ്പോൾ ഏകവചനം, മേരേഖർ എന്ന് പറയുമ്പോൾ ബഹുവചനം. തുമാരാഖർ നിങ്ങളുടെ വീട്, തുമാരേഖർ നിങ്ങളുടെ വീടുകൾ. തുമാരാഖർ ഏകവചനം, തുമാരേഖർ ബഹുവചനം. ഹമാരാഖർ, ഹമാരാഖർ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഹമാരാഖർ ഞങ്ങളുടെ വീട്, ഹമാരേഖർ ഞങ്ങളുടെ വീടുകൾ. മനസ്സിലായോ? നെക്സ്റ്റ് തേരാഖർ
നിന്റെ വീട്. തേരേ ഘർ നിന്റെ വീടുകൾ അല്ലേ. നെക്സ്റ്റ് തേരാ ഘോട നിന്റെ കുതിര. തേരേ ഘോടെ നിന്റെ കുതിരകൾ. നിന്റെ കുതിരകൾ വേറെ എന്നാണല്ലേ. ഓക്കെ സോറി, അതുകൊണ്ട് മേരായുണ്ട് തേരായുണ്ട്. മേരാ ഘോട എന്റെ കുതിര, മേരേ ഘോടെ എന്റെ കുതിരകൾ. തേരാ ഘോട നിന്റെ കുതിര, തേരേ ഘോടെ നിന്റെ കുതിരകൾ. നെക്സ്റ്റ് തേരാ ദർവാസ. ദർവാസ ഡോർ, വാതിൽ. വാതിൽ അർത്ഥം വേണമെങ്കിൽ എഴുതിയിട്ടോളാം. ദർവാസ എന്താണ്? ഡോർ, വാതിൽ അല്ലെ. ദർവാസ എന്താണ്? ഡോർ, വാതിൽ. ദർവാസ, ദർവാസ, ഡോർ, വാതിൽ. നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതിയിട്ടുള്ളത്. നേരത്തെ എഴുതിയതൊക്കെ ഞാൻ വീണ്ടും എഴുതൂല കേട്ടോ. ദർവാസ, ദർവാസ എന്താണ്? ഡോർ. അപ്പൊ പറയുന്നത് എന്താണ്? തേരാ ദർവാസ നിന്റെ വാതിൽ. മേരാ ദർവാസ മേരെ തേരെ ദർവാസെ നിന്റെ വാതിലുകൾ. പറയവിടെ നിന്റെ വാതിൽ, ഇത് നിന്റെ വാതിൽ. അങ്ങനെ റൂം നമ്മൾ പറയും അല്ലേ, ഇതെന്റെ റൂം. അതിനകത്ത് കയറി മാത്രം നോക്കുന്നു കേട്ടാ അല്ലെ. വാരി വലിച്ച് എന്താണ് ആകെ അങ്ങേ അറ്റ അലമ്പാക്കി അഴുകിയിട്ടിരിക്കുന്നത് അല്ലേ. ശരി തന്നെ. ചില കുട്ടികൾ പക്ഷെ നല്ല നീറ്റായിട്ട് സൂക്ഷിക്കും കേട്ടോ. നല്ല നീറ്റായിട്ട് അവരുടെ റൂം എന്നൊക്കെ പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക അഴകാണ് അല്ലേ. ആ വാൾ പെയിന്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുന്ന കുട്ടികളുണ്ട്. എങ്കിലും ചില കുട്ടികളുടെ എന്താണ് റൂമിനകത്ത് കയറാൻ പറ്റില്ല. കയറിയ ആൾക്കാർ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് ഇറങ്ങേണ്ടി വരും കേട്ടോ. തുണികളൊക്കെ വാരി വലിച്ചെടുത്തിട്ട് അല്ലേ. സ്കൂളിലേക്ക് പോയിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് കോമഡിയാണ്. എന്താണെന്ന് അറിയാമോ? ഒരു ബാഗ് എടുത്ത് ഒറ്റ എറി അല്ലേ. എന്താണ് ഷർട്ട് ഊരി വേറൊരിടത്ത്, പാൻറ് ഊരി വേറൊരിടത്ത് എന്ത് ചെയ്യുന്നു. പിന്നെ എന്താണ് ഷൂസിന്റെ സോക്സ് ഊരി എറിയും. അപ്പുറത്ത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ വായിക്കകത്ത് എറിയിരിക്കും അല്ലേ. അങ്ങനെയൊക്കെയാണ് അച്ഛൻ കഴിക്കുന്നത്. ഈ ഷോക്സും കൂടെ എടുത്തായിരിക്കും കഴിക്കുന്നത് അല്ലേ. നല്ല ടേസ്റ്റ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയേണ്ട ഒരവസ്ഥ വരും. ഇങ്ങനെ വാലിച്ചൊക്കെ എറിയാണ് കേട്ടോ. അങ്ങ് എറിഞ്ഞു പറ്റും. സുദർശന ചക്രം കറങ്ങി പോകും പോലെ കറങ്ങിയൊക്കെ ചെന്ന് പലയിടത്തായിട്ടൊക്കെ വീഴും അല്ലേ. അതല്ലെങ്കിൽ തന്നെ ഈ സാധനമൊക്കെ എടുത്ത് നമ്മ ആഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അടുക്കളയിൽ ആഹാരം ഉണ്ടായിക്കണമെങ്കിൽ ഇരുമ്പ് ചട്ടിയിലോ എന്ത് ചെയ്യുന്നു, ഈ സാധനം വന്ന് വീഴും. അതിനെയും കൂടെ ഇളക്കിയിട്ട് നല്ല രീതിയിൽ കറി വെച്ചിട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ഇലാസ്റ്റിക് അടങ്ങുന്ന എന്ത് കിട്ടും, കഷ്ണമായിട്ട് നമുക്ക് ഇലാസ്റ്റിക് അടങ്ങുന്ന എന്ത് കഴിക്കാം, സോക്സ് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും. ഓക്കെ. അപ്പോൾ ദർവാസ എന്താണ്? വാതില്. ദർവാസെ വാതിലുകൾ അല്ലെ. തേരാ ദർവാസ നിന്റെ വാതിൽ, തേരേ ദർവാസ നിന്റെ വാതിലുകൾ. ക്ലിയർ ആണോ? തുമാര കപ്പട നിങ്ങളുടെ വസ്ത്രം അല്ലേ. തുമാരെ കപ്പടെ നിങ്ങളുടെ വസ്ത്രങ്ങൾ അല്ലേ, നിങ്ങളുടെ ഡ്രസ്സസ് അല്ലേ. നെക്സ്റ്റ് കപ്പട അറിയാമല്ലോ. കപ്പട എഴുതിയിട്ടുണ്ടോ നമ്മൾ മുമ്പ്? ഇല്ല, കപ്പട എഴുതി. കപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സസ്. കപ്പട എന്ന് പറഞ്ഞാൽ ഡ്രസ്സസ്. ഓക്കെ. നെക്സ്റ്റ് ഓക്കെ. ഹമാരി പുസ്തകം ഞങ്ങളുടെ പുസ്തകം. ഹമാരി പുസ്തകേ ഞങ്ങളുടെ പുസ്തകങ്ങൾ. എന്തുകൊണ്ട് അമാരി വന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, പുസ്തകം വന്നപ്പോൾ അമാരി വന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകം ഒരു സ്ത്രീലിംഗമാണ്. അപ്പൊ നിങ്ങൾ സാറേ പുസ്തകം എന്തൊരു സ്ത്രീലിംഗം എന്ന് നിങ്ങളെ ചോദിക്കും അല്ലെ. പക്ഷെ ഹിന്ദിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും എന്തുണ്ട്? സ്ത്രീലിംഗവും പുല്ലിംഗവും കണക്കാറുണ്ട്. നമ്മളെ മനുഷ്യരിലെ അല്ലെങ്കിൽ മലയാളം മറ്റു ഭാഷകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ എന്താണ് ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങൾക്ക്, അതായത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ എന്തുള്ളൂ സ്ത്രീലിംഗവും പുല്ലിംഗം. അല്ലാതെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് എന്തെങ്കിലും പുല്ലിംഗവും സ്ത്രീലിംഗവും ഉണ്ടോ? പക്ഷെ ഹിന്ദിയിലത് ഉണ്ട്. അപ്പോൾ പുസ്തകം എന്ത് ലിംഗമാണ്? സ്ത്രീലിംഗമാണെന്ന് കാണാതെ പഠിക്കുക. അതുകൊണ്ടാണ് ഹമാരി പുസ്തകം എന്ന് വന്നത് അല്ലേ. ഓക്കെ. ഹമാരി പുസ്തകേ ആപ്കി പുസ്തകേ. എപ്പടി ഇരിക്കും? ഉനക്ക് സൗഖ്യമാ? ഏതാത് പേസുമാ? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അതും കണ്ട അതിന്റെ അക്ഷരങ്ങൾ ഡാൻസ് കളിക്കുന്നു. അതും കണ്ടോണ്ടിരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. അപ്പൊ ആപ്കി പുസ്തക താങ്കളുടെ പുസ്തകം. ആപ്കി പുസ്തകം താങ്കളുടെ പുസ്തകങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഇടയിൽ ഒരു മേരാ ഘോട മേരേ ഘോടി എന്നുള്ളത് പറഞ്ഞു. മേരി ഘോടിയാം ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ് അല്ലേ. എൻ്റെ കുതിര ആൺകുതിര, എൻ്റെ ആൺകുതിരകൾ. എൻ്റെ പെൺകുതിര എൻ്റെ പെൺകുതിരകൾ അല്ലെ. നിന്റെ ആൺകുതിര നിന്റെ ആൺകുതിരകൾ. നിന്റെ പെൺകുതിര നിന്റെ പെൺകുതിരകൾ അല്ലേ. कोष्टक में दिए गए शब्दों के उचित रूप से खाली स्थान भर कर लिखिए. പേജ് നമ്പർ 32 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക.
കോഷ്ടക് ബ്രാക്കറ്റിലുള്ള പദം നോക്കിയിട്ട് അതിൻ്റെ എന്താണ് സ്പ്ലിറ്റഡ് രൂപം എഴുതണം. അതിൻ്റെ സ്പ്ലിറ്റഡ് രൂപം വെച്ച് ആൻസർ കംപ്ലീറ്റ് ചെയ്യണം. മൈം എന്നാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്പ്ലിറ്റഡ് ആയിട്ട് എഴുതുമ്പോൾ മേരാ ഘർ. അങ്ങനെയാണെങ്കിൽ തും, അതിൻ്റെ അപ്പുറത്ത് എന്ത് വരും? തുമ്മിൻ്റെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള രൂപം നമ്മൾ പഠിച്ചത് എന്താണ്? തുമാരി, തുമാരെ, തുമാരി മാതാജിയാണ്. മാതാജി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗം. അപ്പോൾ തൊട്ടുമ്പ് എന്ത് വരണം? ഈ അടയാളം, തുമാരി മാതാജി. മോളൊന്നുകൂടെ പറഞ്ഞുതരാം, എഴുതണം മോനെ. മോളേതാ ഇതിനകത്ത് ആൻസർ മൊത്തം എഴുതരണം എന്ന് പറഞ്ഞാൽ സമയം എടുക്കൂലേ? തുമ്മെന്ന് പറയുന്ന സംഭവം ബ്രാക്കറ്റിൽ തന്നിട്ട് ഡാഷ് മാതാജി എന്ന് പറയും കേട്ടോ. ഡാഷ് മാതാജി, അതായത് ഈ തുമ്മിന്റെ സ്പ്ലിറ്റഡ് രൂപമാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അതായത് സ്പ്ലിറ്റഡ് രൂപം നമ്മൾ നേരത്തെ പഠിച്ചു. തും പ്ലസ് കാ, തുമാര. പഠിച്ച ഓർമ്മയില്ലേ? ഇല്ലേടെ? തുമാര, തുമാരി എന്നൊക്കെ പഠിച്ചില്ലേ? തും പ്ലസ് കി, തുമാരി അല്ലേ? പറഞ്ഞില്ലേ കുട്ടികളെ? അതിന്റെ സ്പ്ലിറ്റഡ് രൂപം ഏതാണ് വരേണ്ടത് അത് എഴുതുക എന്നുള്ളതാണ്. തും പ്ലസ് കെ, തുമാരി. ഇങ്ങനെയാണ് 3 സ്പ്ലിറ്റഡ് രൂപം നമ്മൾ പഠിച്ചത്. പറഞ്ഞ കുട്ടികൾ മനസ്സിലായോ? ഈ സ്പ്ലിറ്റഡ് രൂപത്തിൽ ഏത് സ്പ്ലിറ്റഡ് രൂപം വരുമെന്നുള്ളത് മാതാജി നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. മാതാജി എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ്. അമ്മ പെണ്ണാണ് ആണാണ്? പെണ്ണ്. അപ്പൊ അമ്മ എന്ത് ലിംഗം? സ്ത്രീലിംഗം. സ്ത്രീലിംഗം എന്ത് വരുമ്പോ എന്ത് അടയാളം? ഈ അടയാളം. അപ്പൊ അതുകൊണ്ട് തുമ്മിന്റെ സ്പ്ലിറ്റഡ് രൂപം ഇവിടെ നമ്മൾ എന്തെഴുതുമെന്ന്? എന്തെഴുതും? തുമാരി. പറഞ്ഞു മനസ്സിലായോ കുട്ടികളെ? ബോർഡിൽ എഴുതിയതിനു ശേഷം പിന്നീട് അവസാനമല്ലേ നമ്മൾ സമയം തരണത്. ഇപ്പോഴല്ലല്ലോ സമയം തരണത്. അപ്പൊ അവസാനം നീ എഴുതിയ കേട്ടോ. ഓക്കെ, തുമാരി. ഇനി തൂ വെച്ചിട്ടാണെങ്കിൽ സ്പ്ലിറ്റഡ് രൂപം ആദ്യം കണക്കാക്കണം. അതിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പദം ഏതൊന്ന് ശ്രദ്ധിക്കുക. മാതാജിയാണ്. മാതാജി ആകുമ്പോൾ സ്ത്രീലിംഗമാണ്. അപ്പം തൂ പ്ലസ് കീ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ തൂ പ്ലസ് കീ എന്താണ്? തേരി. അപ്പൊ തേരി മാതാജി. മനസ്സിലായോ? മാതാജി നോക്കണം. തൂവിന്റെ സ്പ്ലിറ്റഡ് രൂപം നമ്മൾ മനസ്സിൽ കരുതണം. മാതാജി നോക്കി സ്ത്രീലിംഗം ആണെങ്കിൽ സ്ത്രീലിംഗത്തിന് സ്പ്ലിറ്റഡ് രൂപം ഈ അടയാളം ചേർക്കണം അല്ലേ? അപ്പം തൂ പ്ലസ് കീ തേരി, തേരി മാതാജി. മൈമാണ് വരണം. പക്ഷെ അപ്പുറത്ത് മാതാജിയാണ് വന്നിരിക്കുന്നത്. മാതാജി ആകുമ്പോൾ മൈമിന്റെ സ്പ്ലിറ്റഡ് രൂപം കൊടുക്കണം, ഈ അടയാളം കൊടുക്കണം. മൈം പ്ലസ് കീ മേരി അല്ലെ? മേരി, മേരി മാതാജി. ഇനി ഹം ആണ്. അതിന്റെ അപ്പുറത്ത് മാതാജിയാണ്. മാതാജി സ്ത്രീലിംഗം. ഹം പ്ലസ് കീ ഹമാരി, ഹമാരി മാതാജി. എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല. പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം. കാര്യം ഗ്രാമറാണ്. ഗ്രാമർ ആയതുകൊണ്ട് എളുപ്പമാണോ എന്ന് വെച്ചാൽ എളുപ്പമല്ല. എന്നാൽ കുറച്ച് ശ്രദ്ധിക്കാമെങ്കിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഹം പ്ലസ് കീ ഹമാരി, ഹമാരി മാതാജി. പക്ഷെ അപ്പുറത്ത് ഇനി അടുത്ത ഹം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അപ്പുറത്ത് പിതാജിയാണ്. പിതാജി ആണാ പെണ്ണ്? ആണാണാ പെണ്ണാണോ? ആണ്. അപ്പൊ പിതാജി ആണാകുമ്പോ പുല്ലിംഗം അല്ലേ വരേണ്ടത്? അപ്പൊ പുല്ലിംഗം വരുമ്പോഴത്തേക്ക് തൊട്ട് മുമ്പ് എന്ത് ചേർക്കണം? ഹമാര്. എന്തുകൊണ്ട് ഹമാര ചേർത്തില്ല? അത് പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നത് തന്നെയല്ലോ. എന്തുകൊണ്ട് ഹമാര ചേർത്തില്ല? പിതാജി എന്ന് പറയുന്നത് പുല്ലിംഗമാണെങ്കിൽ അതൊരു ബഹുവചന രൂപമാണ്. അപ്പൊ നിങ്ങൾ പറയും അത് ഒരാളല്ലേ ഉള്ളൂ സാറേ, ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലല്ലോ, പിന്നെ അങ്ങനെ അത് ബഹുവചനാവും എന്ന് നിങ്ങൾക്ക് ചോദ്യം വരും. സ്വാഭാവികമായി ഉണ്ടാവേണ്ട ചോദ്യമാണ്. പക്ഷേ പിതാജി എന്ന് പറയുന്നത് ബഹുമാനാർഹമായ ഒരു പദമല്ലേ? നമ്മളൊരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളിനെ അല്ലേ അച്ഛന്ന് വിളിക്കുള്ളൂ, അല്ലെങ്കിൽ ഇടപെടാന്നല്ലേ വിളിക്കും. ശരിയല്ലേ? അല്ലേ? അപ്പൊ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ആ പദത്തിന് തൊട്ടുമ്പ് എന്ത് ഏടയാളം വരണം. അതായത് ബഹുവചന രൂപമായി അപ്ലൈ ചെയ്യണം. അത് ഏകവചനം ആയിരുന്നാൽ പോലും ആ ആളിനെ റെസ്പെക്റ്റഡ് ആയി പറയുന്നതുകൊണ്ട് അതിനെ ബഹുവചനമായി കണക്കാക്കണം. ഒരു നിയമമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹമാര വന്നത്. അല്ലെങ്കിൽ അവിടെ എന്ത് വരണമായിരുന്നു? ഹമാര വരണമായിരുന്നു. ഹമാര വരാത്തതിന്റെ കാരണം പിതാജി ഒരു റെസ്പെക്റ്റഡ് ആയുള്ള പേഴ്സൺ ആയതുകൊണ്ട്. हर गम संग तेरे सेना जी, मैं तो तेरे नाल ही रहना जी, हर गम संग तेरे सेना जी, जो जग से कहा ना जाए. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എനിക്കൊരു കോള് വന്നിരുന്നു അതുകൊണ്ടാണ്. ഓക്കെ, ആ പ്ലസ് ഡാഷ് ബഹൻ. ബഹൻ, ബഹൻ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? സ്ത്രീലിംഗം. അപ്പൊ എന്ത് വരും? ആ പ്ലസ് പറ
കീ ആ പ്ലസ് കീ ആപ് കീ. ഇവിടെ നമ്മുടെ നിസ്സേക്കരുന്ന് ഇറിവിയിരിക്കുന്നു. നീ അതെന്തിനു നോക്കണം? ഇപ്പുറത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നോക്ക്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് വരാൻ പോയില്ലേ? തോക്കി കയറി പിടിക്കണേ. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അതാണ് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടത്. ആ പ്ലസ് കീ ആപ് കീ എന്ന് പറയുന്ന കാര്യം വരാൻ കാര്യം ബഹൻ എന്ന് പറയുന്നത് എന്ത് ലിംഗ് ആയതുകൊണ്ട് സ്ത്രീലിംഗ്. ആപ് കീ ബഹൻ. ക്ലിയർ? ഇനി ധ്യാൻ സേ ദേഖിയേ ഓർ സമझिए. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അക്ഷരങ്ങളും കൂട്ടക്ഷരം കൂട്ടിച്ചേർത്ത് 2 അക്ഷരങ്ങൾ കൂടി ചേർന്ന രൂപമാണ്. ച പ്ലസ് ഛ എന്ത് വരും? ഇച്ഛ. ന പ്ലസ് ദ ഇന്ദ. മ പ്ലസ് ഹ മുഹ. ദ പ്ലസ് ദ ഇന്ത. ച പ്ലസ് ഛ ഇച്ഛ. അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഒന്ന് അച്ചടി പിശ വന്നാണ്. ആദ്യം എഴുതി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ വായിക്കാം നമുക്ക്. ച പ്ലസ് ഛ ഇച്ഛ. ന പ്ലസ് ദ ഇന്ദ. മ പ്ലസ് ഹ ഇംഹ. ദ പ്ലസ് ദ ഈസ് ഈക്വൽ ടു ദ അല്ലെ? ദ. ഓക്കെ. ച പ്ലസ് ഛ ഇച്ഛ. ഓക്കെ. അത് ഞാൻ റിപ്പീറ്റ് ഒന്നും കൂടെ വന്നിരിക്കുന്നത് അച്ചടി പിശ വന്നാണ്. ഒന്നും കൂടെ വന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഉത്തരലിക്ക് ചോദ്യത്തിന്റെ ഉത്തരം എഴുതാനാണ്. തുമാരാ നാം ക്യാ ഹൈ? മേരാ നാം. അപ്പൊ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടാണ് രേഷ്മ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പേരെഴുതിയാലും കുഴപ്പമില്ല. തും കഹാം രഹത്തെ ഹോ? मैं मुंबई में रहता हूँ, मैं तैयार में रहता हूँ, मैं पिरപ്പങ്കോട് में रहता हूँ, मैं വഞ്ചാടിമൂടി में रहता हूँ. അങ്ങനെ എന്തുവാണെങ്കിലും പറയാൻ പറ്റും. ഓക്കെ. नेक्स्ट. तुम्हारे घर में कौन है? तुम्हारे घर में कौन है? मेरे घर में माताजी, पिताजी, बड़े भैया और मैं है. എന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളെ കാര്യം നിങ്ങൾ പറയണം. ഓക്കെ. നെക്സ്റ്റ്. तुम्हारे पिताजी कौन है? मेरे पिताजी वकील है, मेरे पिताजी डॉक्टर है, मेरे पिताजी कौन है എന്നാണ് വെച്ചത്. അതിന്റെ പേര് അതിന് ശേഷം ഉണ്ടല്ലോ, അടുത്തുണ്ടല്ലോ. അത് തന്നെ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത്. ഓക്കെ. തുമാരെ പിതാജി കോൻ. അപ്പൊ നിങ്ങളുടെ അച്ഛൻ ആരാണ് എന്നുള്ളതാണ്. പിതാജി കോൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേരെഴുതാം, അല്ലെങ്കിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കീലാണെന്ന് എഴുതാം. അത് രണ്ടു വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് പേരെഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? പിതാവിന്റെ പേരെഴുതുക. തുമാരി മാതാജി കാ നാം ക്യാ ഹൈ? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? തുമാരി മാതാജി കാ നാം ക്യാ ഹൈ? മേരി മാതാജി എന്താണെന്നുള്ള പേരെഴുതുക കേട്ടോ. നിങ്ങളുടെ അമ്മയുടെ പേരെഴുതുക. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങളുടെ ഈ പുസ്തകത്തിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആൻസർ കീയിലുള്ള ആൻസർ എഴുതുക. നിങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എഴുതാനായിട്ട് ചോദിക്കില്ല പരീക്ഷയ്ക്ക്. ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ അതിൻ്റെ ആൻസർ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എഴുതാം പരീക്ഷയ്ക്ക്. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ പരീക്ഷയ്ക്ക് എന്താ എഴുതിയാൽ മതി? ഇതിൻ്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചെഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? കാര്യം ഇതല്ലാതെ എഴുതുമ്പോൾ പ്രത്യേകത നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തി ഊപ്പാട് വരും. നിങ്ങൾ അതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. കാര്യം നിങ്ങൾ സ്വയം എഴുതുന്നതാണ്. അത് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസർ ആ പുസ്തകത്തിൽ നോക്കി പഠിക്കും കേട്ടോ. അങ്ങനെ എഴുതും. നെക്സ്റ്റ്. തുമാരി മാതാജി കാ നാം ക്യാ ഹൈ എന്നുള്ളത് എഴുതുക, അതിൻ്റെ ഉത്തരം എഴുതുക. തുമാരെ കിത്തനെ പ്രായ, നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ടെന്നുള്ളത് അതോടെ തന്നെ എഴുതണം. തുമാരെ സ്കൂൾ കഹാമേ, നിങ്ങളുടെ സ്കൂൾ എവിടെയാണെന്നുള്ളത് എഴുതണം. തുമാരെ സ്കൂൾ മേ കിത്തനെ അധ്യാപകർ, നിങ്ങളുടെ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? കഴിഞ്ഞ ആ പാഠത്തിൽ പഠിച്ചതാണ്. ആ പഠിച്ച കണ്ടന്റ് തന്നെ അങ്ങോട്ട് മാറ്റി എഴുതുക. കുട്ടികളെ പറഞ്ഞ് മനസ്സിലായോ? അഭിനവ് ഇപ്പോഴും ഇവിടെ ശ്രദ്ധയിലല്ല. അഭിനവ് വേറെ ഏതോ ലോകത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ വരായിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാണിക്കുന്നത്. കാര്യം അതിനാണ് ഞാൻ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ദയവ് ഇതൊന്ന് കാണണം, കണ്ടിട്ടേ ക്ലാസ്സിന് അടുത്ത ദിവസം വരാവും. എനിക്ക് നല്ല ദേഷ്യം വരും. കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച ക്ലാസ് കണ്ടില്ല എങ്കിൽ ഇപ്പുറത്ത് വന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വായുമ്പോഴൊന്നിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റാരെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, വരിക. ഈ വീഡിയോ കാണാതെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായി കിട്ടിയെന്ന് വരില്ല. ഈ കണ്ടന്റ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ വെറുതെ വായുമ്പോഴൊന്നിരിക്കേണ്ടി വരും. അഭിനവ് വീട്ടിൽ ഇരുന്നത് കണ്ടിട്ടേ വരാവും കേട്ടാ. അത് കണ്ട് മനസ്സിലാക്കി ആ വീഡിയോ ഒന്ന് കണ്ടാൽ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് അമ്മയും കൂടെ സഹായിക്കും. കണ്ട് മനസ്സിലാക്കിയിട്ട് വരുമ്പോഴുള്ള പ്രത്യേകത ഈ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അന്തം വിട്ടിരിക്കേണ്ട. കാര്യം നീ അന്തം വിട്ടിരിക്കുകയാണ്, എനിക്കറിയാം. പഠിപ്പിച്ചപ്പോൾ ഇല്ലായിരുന്നുകൊണ്ടാണ് ഈ ഉത്തരങ്ങളൊന്നും പറയാൻ പറ്റാത്ത. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് വന്നാൽ നീ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അതിന് ഉത്തരവൊക്കെ പറയും. പക്ഷെ വരാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. വരാത്തതിൻ്റെ പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും സ്ഥാപനം ചെയ്തിരുമോ? വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നിങ്ങൾ ഒരു ദിവസം വരാതിരുന്ന് കഴിഞ്ഞാൽ ആ ക്ലാസ് മിസ്സാവാതിരിക്കാൻ നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ കൈക്കും വിരത്തുമ്പിലെത്തും.
നിങ്ങളുടെ ക്ലാസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. നിങ്ങൾക്ക് അത് എടുത്ത് വെച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അത് കാണണം കേട്ടോ. വരാതിരിക്കുന്നതിൻ്റെ കുറ്റക്കാരൻ ഞാനല്ല, പക്ഷെ അതിന് വേണ്ടിയുള്ള പരിഹാരവും ഞാൻ ചെയ്തു തരാം. വീണ്ടും അത് റിപ്പീറ്റ് എടുക്കാനുള്ള എൻ്റെ ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വീണ്ടും അത് റിപ്പീറ്റ് കേൾക്കാനായിട്ട് ഒരു ടൈം പ്രത്യേകം വന്നിരിക്കുന്നതിൻ്റെ സാഹചര്യവും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പുതിയ പാഠത്തിലേക്ക് വരാം. കൊണ്ടില്ലേ പണി ഇപ്പോൾ എത്രയായി? ഇപ്പോൾ 8:30 കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ക്ലോസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇത്രയ്ക്ക് മതി. ഞാൻ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠം എടുത്ത് അതിൻ്റെ വർക്കൗട്ട് അന്ന് തന്നെ അങ്ങ് തീർക്കാം. അപ്പം ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പോൾ നാളെ ഞാൻ ഈ ക്ലാസ്സിൻ്റെ വർക്കൗട്ടും നാളെ തന്നെ അങ്ങ് തീർക്കും. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ട് വരില്ല. ഇന്നിപ്പോൾ കുട്ടികളുടെ എണ്ണവും കുറവാണ്. അപ്പം നാളെ വരുമ്പോൾ എല്ലാവരും കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതിക്കോളൂ. പറയൂ. വേറെ ആത്മഹത്യ എന്നെ വിളിച്ചിരുന്നു.